ആപ്കെ അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പുതിയ പുതിയ ചർച്ചകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം ക്രിക്കറ്റിനെ കുറിച്ചും ക്രിക്കറ്റ് മൈതാനത്തിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. പക്ഷേ അനിൽ കുംബ്ലെ ട്വിറ്ററിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ എല്ലാവരും വളരെ യങ്ങായിട്ടാണ് കാണുന്നത്. അതിൽ സച്ചിൻ തെണ്ടുൽക്കറുമുണ്ട്. എന്നെ കണ്ട യങ്ങായിട്ടില്ലേ? നോക്കൂ സാർ, ഇപ്പോഴും ഞാൻ കാണാൻ ഒരു കുട്ടിയെ പോലെയുണ്ട്. അത് സത്യമാണല്ലോ സാർ, ഇപ്പോഴും കുഞ്ഞു തന്നെയാണ്. പാർത്ഥിവ് പട്ടേൽ അതിനൊരു കമന്റ് എഴുതിയപ്പോൾ താങ്കൾ അതിന് ഉത്തരം നൽകി, പാർത്ഥി നീ വിരൽ ചപ്പുന്ന ഒരു കുട്ടിയാണ്. പാർത്ഥി വളരെ കൊച്ചു പയ്യനായിരുന്നു. ആ പയ്യനെ പോലെ ഇവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് അവനെന്ന് വലിയ വലിയ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് എഴുതിയതായിരുന്നു അന്ന്. ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചാൽ, നീ കാണാൻ ഈ വിരൽ ചപ്പുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു പയ്യൻ, അതവൻ കാണാനും അങ്ങനെ തന്നെയായിരുന്നു. താങ്കൾ ഒരു പുതിയ മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണ് ട്വിറ്ററിൽ. അതായത് ഒരു വ്യക്തി താങ്കളെ കളിയാക്കുമ്പോൾ ട്വിറ്ററിൽ, അപ്പോൾ താങ്കളെ ടീമിലെടുത്തിട്ടില്ല, താങ്കൾ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ബ്രോ താങ്കളുടെ ഇന്ത്യ ടൂർ എങ്ങനെ പോകുന്നു, ഫ്രീ ഹോട്ടൽ, ഫ്രീ ഫുഡ്, ജീവിതം തന്നെ അടിപൊളിയാണല്ലോ എന്ന്. അതായത് ഇതൊരു സൂപ്പർ ലൈഫാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു മോശമായ ദിവസമായിരുന്നു അന്ന് എനിക്ക്. കാരണം ഞാൻ ബെഞ്ചിലിരിക്കുമായിരുന്നു, എന്നെക്കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിനകത്താണ്, ഗ്രൗണ്ടിന് പുറത്തല്ല. ഗ്രൗണ്ടിന് പുറത്തിരിക്കുന്നതിന് പോലെ ഞാൻ അന്ന് വീട്ടിൽ ഇരുന്നിരിക്കാമല്ലോ, എനിക്ക് വേറെ പണിയില്ലല്ലെങ്കിൽ. അതെനിക്ക് നാണക്കേട് തന്നെയാണ്. ആ സമയം നോക്കുവാണെങ്കിൽ എനിക്ക് എത്രത്തോളം ഹേർട്ടായിരിക്കും. അതായത് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവിടെ. മനസ്സിലായി അവിടെ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവൻ എന്താ പറഞ്ഞു? താങ്കൾ പറഞ്ഞിരിക്കുന്നത് ആന ചന്തയിലേക്ക് വരികയാണെങ്കിൽ പട്ടികൾ കുരയ്ക്കുക. അതായത് ആന ചന്തയിലേക്ക് വരികയാണെങ്കിൽ പട്ടികൾ കുരയ്ക്കും, നീയും അതിലൊന്നാണെന്ന്. സാർ അതായത് നോക്കുവാണെങ്കിൽ നിങ്ങൾ അവൻ എന്നെ സെൻറ്റിമെൻ്റലി ടച്ച് ചെയ്തു സാർ. അതായത് ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയില്ലല്ലോ സാർ. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ വളരെ സന്തോഷമായിട്ടിരിക്കുമെന്ന് അവൻ വിചാരിച്ചത്. 5 സ്റ്റാർ ഹോട്ടലിൽ നല്ലപോലെ കഴിച്ച് എൻജോയ് ചെയ്യുവാന്നും സന്തോഷമായിരിക്കുമെന്നും. പക്ഷേ അവൻ അറിയില്ലല്ലോ ഞാൻ ഫാമിലിയൊക്കെ വിട്ട് പിരിഞ്ഞായിരിക്കുന്നതെന്ന്. ഞാൻ അമ്മേനെ പിരിഞ്ഞിരിക്കുവാണ്, അനിയത്തിനെ പിരിഞ്ഞിരിക്കുവാണ്, എൻ്റെ വൈഫിനെ പിരിഞ്ഞിരിക്കുവാണ്. അത്രത്തോളം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ അവിടെ വരെ പോയിട്ട് എനിക്ക് ചാൻസ് കിട്ടിയില്ല. വിച്ച് ഈസ് ഫൈൻ. ഞാൻ സെലക്ട് ആയിട്ടില്ല ഫസ്റ്റ് ലെവലിലോട്ട്. ബട്ട് അവൻ അറിയില്ലല്ലോ ഞാൻ ജിമ്മിൽ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുവാന്ന്, ഗ്രൗണ്ടിൽ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുവാന്ന്, ജസ്റ്റ് ടു ഗെറ്റ് ഓൺ ദ പാർക്ക് ആൻഡ് ഷോ ഹൗ ഐ വർക്ക് ഔട്ട് എന്ന് ആൻഡ് വിൻ ഗെയിം ഫോർ ഇന്ത്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ എനിക്ക് ദേഷ്യം വരുമല്ലോ സാർ. എനിക്ക് എരിച്ചലായിപ്പോയി. മേ ബി ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല, പക്ഷേ അന്നങ്ങനെ ചെയ്യേണ്ട അവസ്ഥയായിപ്പോയിരുന്നു. റിയാക്ട് ചെയ്ത പോലും ഓർമ്മയില്ലേ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുവാണല്ലോ സാർ. പിന്നെ എന്തിനാ സാർ ഇത് തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്? അവിടെ ഇംഗ്ലണ്ടിൽ വളരെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഈ ചെറിയ കാര്യമൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. താങ്കൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വിവാഹത്തിൽ ഗൺഷോട്ട് കാരണം ഒരു മരണം സംഭവിച്ചു. എല്ലായിടത്തും കല്യാണത്തിന് ഗൺഷോട്ട് എടുക്കാറുണ്ട്. വളരെ ദുഃഖകരമായ കാര്യമാണ്. താങ്കൾ അതിന് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് താങ്കൾ പഞ്ചാബി സിംഗേഴ്സിനെയാണ് കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഈ കല്യാണത്ത് ഗൺ ഷോട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഓടിലൊക്കെ എത്ര ഓട്ട വീണിട്ടുണ്ടെന്നും. സോ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കാൻ പാടില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം നിങ്ങളത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതൊക്കെ ആ സമയത്ത് ആരുടെങ്കിലും മേത്ത് പെട്ടാൽ അത് ആരുടെ മേത്ത് വേണമെങ്കിലും പെടും. അങ്ങനെയായിരുന്നു ഈയിടെ ഒരു കഷ്ടം സംഭവിച്ചു പോയത്. അവരുടെ കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഗൺഷോട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ രക്ഷിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ കാര്യം വളരെ ഒരു വിഷമമുള്ള ഒരു ഇതായി മാറിപ്പോയി. എന്നെക്കൊണ്ട് ജീർണിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഫുൾ ഡേ എൻ്റെ മൂഡ് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇത് മറക്കാൻ കഴിയാണ്ട് ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഈ തെറ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഓർത്ത്. ആ അമ്മയുടെ ഒരു വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അവിടെ പോയതിനു ശേഷം അവരുടെ ലൈഫ് തന്നെ മാറിപ്പോയി. പിന്നെ ഞാൻ ഈ സിംഗേഴ്സിനെയൊക്കെ ഒരിക്കലും കുറ്റവാളിയാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു വിധത്തിൽ അവരുടെ പങ്കുണ്ട്. അഗ്രസീവായിട്ടുള്ള പാട്ടൊക്കെ ഇടുമ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും തോന്നും. അതൊക്കെ കേൾക്കുമ്പോഴാണല്ലോ അഡ്രിനലിൻ പമ്പൊക്കെ കൂടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മൾ അഭിനന്ദിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഗൺ ഷോട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, ജിथे हुंदी है पाबंदी हथियार दी उत्थे जट फायर करदा. അതായത് എവിടെയാണ് ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നു അവിടെ അത് ഫയർ ചെയ്യണം.
അവിടെ പോയി എന്നെക്കൊണ്ട് ഇത് ഫയർ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഫയർ ചെയ്തതിൽ ഒരു ഉപയോഗവും ഇല്ല. സോ എന്നെ സംബന്ധിച്ച് സർ ഇങ്ങനത്തെ പാട്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നെക്സ്റ്റുള്ള ജനറേഷനെ ഒരുപാട് ബാധകമാക്കും. അതുകൊണ്ട് ഞാനൊരു മെസ്സേജ് പറയണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ഇങ്ങനത്തെ പാട്ടൊന്നും വേണ്ട. സത്യം പറയണേ ഞാനൊരു വകയിൽ എല്ലാ സിംഗേഴ്സിൻ്റെയും ഫാനാണ്. അതായത് നിങ്ങൾ നല്ല പാട്ടൊക്കെ പാടുവാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ എന്നും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി അത് ചെയ്യാൻ പാടില്ല? താങ്കൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ആ ഇഷ്യൂസിനെ കുറിച്ച് എടുത്തത്. താങ്കൾ ഉടുത്ത പഞ്ചാബിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് ഒരു കോൺട്രവേഴ്സി ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്? സർ, ഞാൻ ഉർത്ത പഞ്ചാബിനെ സപ്പോർട്ട് ചെയ്തതില്ല. ഇനിയും ശരിക്കും പറയണമെങ്കിൽ ഞാൻ ഇനിയും ആ സിനിമ പോലും കണ്ടിട്ടില്ല സർ. ബട്ട് ഞാൻ പഞ്ചാബിനാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ലഹരിക്കെതിരെ ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി. പിന്നെ ഈ ലഹരി എന്ന് പറയുന്നത് പഞ്ചാബിൽ മാത്രമുള്ള കാര്യമല്ല. അത് ഇന്ത്യയിൽ ഒരുപാട് വലിയ വലിയ പാർട്ടീസിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ ഈ ലഹരിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആരും പുറത്തറിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ പഞ്ചാബിനെക്കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ട് അവിടെ മാത്രമേ ലഹരി ഉള്ളൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് സർ. അത് വളരെ തെറ്റാണ് സർ. അത് പഞ്ചാബിൻ്റെ പേര് നശിപ്പിക്കുന്ന പോലെയാണ്. ഞാനൊരു പഞ്ചാബി ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. ആസ് എ ഹ്യൂമൻ, ആസ് എ പഞ്ചാബി, ഇതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ഇന്ത്യയിൽ, എൻ്റെ പഞ്ചാബിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ സ്ട്രീറ്റിൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ലഹരി ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് വളരെ തെറ്റാണ്. എൻ്റെ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ, എൻ്റെ ചെറിയച്ഛനോ അല്ലെങ്കിൽ വലിയച്ഛനോ ആരാണെങ്കിലും ശരി, ഞാനൊരു ഇന്ത്യ പൗരനായിട്ട് അതൊക്കെ ഞാൻ തടഞ്ഞേ പറ്റൂ സർ. അതുകൊണ്ട് ആരുടെയും ജീവിതം നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ പറ്റുന്നളവിന് ലഹരി തടയണം. കാരണം യങ്സ്റ്റേഴ്സിൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല സർ. നാളെ യങ്സ്റ്റേഴ്സെ നമ്മൾ ഞാനെന്നും ഹ്യൂമാനിറ്റിക്കാണ് സർ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനെപ്പോഴും ഉർത്ത പഞ്ചാബ് അതിനെക്കുറിച്ച് സിനിമ പോലും എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ പഞ്ചാബിൽ അങ്ങനെ സംഭവിക്കുന്ന പോലെ സിനിമ എടുത്തതിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട്? നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ എടുത്ത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതായത് വരുന്ന ജനറേഷന് പറഞ്ഞു കൊടുക്കണം, ലഹരി എന്ന് പറയുന്നത് നിങ്ങളെല്ലാം നശിപ്പിക്കാൻ പോകുന്നത്, ഇനി വരേണ്ടിയിരിക്കുന്ന എല്ലാ ജനറേഷനും അത് നശിപ്പിക്കുമെന്ന്. ഈ കാര്യം ഒരു പക്ഷേ പഞ്ചാബിലായിക്കോട്ടെ, ബീഹാറിലായിക്കോട്ടെ, എവിടെ സംഭവിച്ചാലും ഇന്ത്യയിൽ ലഹരി പദാർത്ഥം ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യയിൽ ലഹരി ഇല്ലെങ്കിൽ നമ്മളല്ലേ സർ നാളത്തെ സൂപ്പർ പവർ? നമ്മുടെ നാടല്ലേ സാർ എല്ലാത്തിലും പിന്നെ മുന്നിരിക്കുന്ന ലോക നാടുകളിൽ വെച്ച്. താങ്കൾ യൂത്തിന് നല്ല മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, എഫക്റ്റായ ഫാമിലിക്ക് ഇതൊരു നല്ല മെസ്സേജാണ്, നല്ല സന്ദേശമാണ്. ഇത് താങ്കൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഫൈനൽ റൗണ്ടാണ്. താങ്കൾ സാർ, നിങ്ങൾ ബേസിക്കലി പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. പിന്നെ ക്രിക്കറ്റ് ലോകത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ പേര് തന്നെയുണ്ട്. പിന്നെ പഞ്ചാബിൽ 2017 ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സാർ, പുതിയൊരു കരിയറായി? എന്ത്? അല്ല, ഏതെങ്കിലും പാർട്ടിയിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ സാർ? 2017 പഞ്ചാബിൽ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണല്ലോ, അടുത്ത വർഷം. താങ്കൾക്ക് അതിന്റെ ഉത്തരം കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അടുത്ത ആൾ. സാർ, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടായ ഇംപ്രഷൻ എന്താണ് സാർ? അത് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ സാർ? ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചെന്നെ ഇങ്ങനെ ആക്കല്ലേന്നേ. കുറച്ചു നേരമായിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് കഴുത്ത് വേദനിക്കുന്നു സാർ, അതുകൊണ്ടാ. സാരമില്ല, ഞാൻ വേണമെങ്കിൽ മസാജ് ചെയ്ത് തരാം. താങ്ക് യു സാർ. വേണമെങ്കിൽ ഒരു കൊങ്ങയ്ക്കും കൂടെ മസാജ് തരാം. ഇംപ്രഷൻ എന്താന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയെങ്കിലും വൈഫ് ആക്കണമെന്നായിരുന്നു. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ സാർ, പറയൂ. ഫസ്റ്റ് ഇംപ്രഷൻ, അവർക്ക് എൻ്റെ മേത്ത് എന്തായിരുന്നു ഇംപ്രഷൻ ഉള്ളതെന്ന് അറിയാനായിരുന്നു എൻ്റെ ഇംപ്രഷൻ. പക്ഷെ ഞാൻ തീരുമാനിച്ചത് അന്നേ എൻ്റെ വൈഫായിട്ട് ഇവരെ ആക്കണമെന്ന് ഓർത്തായിരുന്നു ഞാൻ പോയത്. നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണില്ലേ സാർ? എന്ത്? എന്തെങ്കിലും ഒരു വേർഡ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? വേർഡ് പിന്നെ അവരുടെ അടുത്ത് എന്ത് വേർഡാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. Who is inspired to become a cricketer? എന്നെ ഒരു ക്രിക്കറ്റർ ആക്കാനായിട്ട് ആരെന്നെ ഇൻസ്പയർ ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ് വാസ് എൻ്റെ അകത്ത് എൻ്റെ മനസ്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്താണ് നാളെ ആവണ്ടേന്നുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താ ആവണ്ടേന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടെത്തിയാൽ പിന്നെ എല്ലാം തന്നെ, എല്ലാവർക്കും ഒരു ഹീറോ എന്ന ഒരാളുണ്ടാവില്ല. അപ്പോൾ അവരെ പോലെ ആകണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹീറോ കപിൽ ദേവ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ വളർന്നതിന് ശേഷമായിരുന്നു ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ ആവണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ അവരെ കണ്ട്, അദ്ദേഹത്തിനെ കണ്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിനെ പോലെ ആവണമെന്ന് ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ചു വന്നതാണ്. അദ്ദേഹത്തിനെ പോലെ ഞാൻ കളിക്കണം, അദ്ദേഹത്തിനെ പോലെ ഞാൻ ഇന്ത്യയുടെ കളർ ജെസ്സിയൊക്കെ ഇട്ട് വരണം. സോ യെസ്,
ഇറ്റ് വാസ് മൈസെൽഫ് ഹു വാണ്ടഡ് ടു പ്ലേ ക്രിക്കറ്റ് ആൻഡ് വിത്തൗട്ട് മൈ പാരൻസ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ആൻഡ് കോച്ചസ് ഇത്രയും ദൂരം വരുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ദൂരം പക്ഷേ എത്തിയിട്ടുണ്ട്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ. താങ്കൾ എന്താണ് കരുതുന്നത്? അതായത് ഇന്ത്യൻ ടീമിന്റെ ബെസ്റ്റ് ക്യാപ്റ്റൻ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണോ വിരാട് കോഹ്ലിയാണോ? രണ്ടും വ്യത്യസ്ത പ്ലേയേഴ്സ് ആണ്. ഒരാൾ കംപ്ലീറ്റ്ലി കാം ആൻഡ് കൂൾ ആണ്, മറ്റൊരാൾ കുറച്ച് അഗ്രസീവ് നേച്ചറാണ്. താങ്കളുടെ ഒപ്പീനിയൻ എന്താണ്? എൻ്റെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. മഹേന്ദ്ര സിംഗ് ധോണി ആൻഡ് വിരാട് ഇവർ രണ്ടുപേരും ഡിഫറെൻ്റായ ക്യാരക്ടേഴ്സാണ്, ഡിഫറെൻ്റായ പ്ലേയേഴ്സുമാണ്. ധോണി അഗ്രസീവായ പ്ലെയർ അല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം കാണുന്നത് വെച്ച് നമ്മൾ അഗ്രസീവ് അല്ലെന്ന് പറയാൻ പാടില്ല. അത് നിങ്ങളുടെ ഫീൽഡ് സെറ്റ്സിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അതായത് ഗ്രൗണ്ടിലായിരിക്കും. അത് നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, അതും ഒരു വകയിലൊരു അഗ്രഷനാണ്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി ഈസ് ഓൾസോ അഗ്രസീവ് ക്യാരക്ടർ. പിന്നെ വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്, അതായത് അഗ്രസീവ് നേച്ചറാണ്. അത് അദ്ദേഹം നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ റിസൾട്ടൊക്കെ ടീമിന് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ടുപേരും അവരുടെ ക്യാപ്റ്റൻസിൽ ബെസ്റ്റ് തന്നെയാണ്. ധോണി ഇത്ര വർഷമായിട്ടാണ് ഇന്ത്യൻ ടീമൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിരാട് കോഹ്ലി ലീഡ് ചെയ്യുവാണ്. അതിൻ്റെ ഒപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ധോണി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് ഐ ഫീൽ ദാറ്റ് അദ്ദേഹത്തിന് അതിനുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി വിട്ടുകൊടുക്കുന്നത് അത് ശരിക്കും വളരെ വലിയ കാര്യമാണ്. കാരണം അത് ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീം എത്രത്തോളമാണ് മുകളിലുള്ളതെന്ന് വെച്ചാൽ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ഒരുപക്ഷെ ചിലപ്പോൾ ഇന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ നാളെ ആയിക്കോട്ടെ, ഒരു വർഷം പോലും എടുക്കാം, വിരാട് കോഹ്ലിക്ക് ഒരുപാട് സമയം കിടപ്പുണ്ട്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ഇന്ത്യൻ ടീം ഇത്രയും ഉണ്ടെങ്കിൽ നാളെ അദ്ദേഹം ഇത്രയും കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ്. സോ അവർ രണ്ടുപേരും വളരെ നല്ല ക്യാപ്റ്റൻസാ. സാർ എൻ്റെ ചോദ്യം എന്താണെന്നാൽ, നിങ്ങളൊരു മികച്ച പ്ലെയറാണ്. ഇന്ത്യയും ഇന്ത്യൻ ടീമിനെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. നിലവിലെ ഇന്ത്യൻ ടീമിൽ ഒരുപാട് ബോളേഴ്സ് ഉണ്ടല്ലോ സാർ, അതിലേത് ബോളറെയാണ് നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തോന്നുന്നത്? ഇല്ല, നിങ്ങൾ എന്താ അതായത് ചോദിക്കുന്നതെന്ന് എനിക്ക് ഇന്നത്തെ ഏത് പ്ലെയറിനെ കാണുമ്പോഴാണ് താങ്കൾക്ക് താങ്കളെ പോലെ കളിക്കുന്നതായി തോന്നുന്നു? ഞാനിതെവിടെയോ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും നമ്മളെക്കൊണ്ട് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വേറെ ആരെക്കൊണ്ട് ഒരിക്കലും നല്ലതായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ആ പണി എന്നെക്കൊണ്ട് മാത്രമേ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റില്ല, ആരെക്കൊണ്ടും പറ്റില്ല.